കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇസ്രായേലിലെ തന്ത്രപ്രധാന സൈനിക താവളങ്ങളിലൊന്നായ നെവാറ്റിം എയർബേസിൽ മിസൈൽ നാശം വിതച്ചു. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ്സാണ് ആക്രമണത്തിൻ്റെ ആഘാതം വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ മാധ്യമങ്ങളും ഇവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലകളിലൊന്നാണ് ബീർഷബയിലെ നെവാറ്റം വ്യോമത്താവളം. ഇസ്രായേലിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സേനാ വ്യോമത്താവളങ്ങളിലൊന്നാണിത്. ദക്ഷിണ ഇസ്രായേലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ നാശം വിതച്ചത്. ആക്രമണത്തിനിരയായ സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്ക് ഇസ്രായേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെയാണ് പുതിയ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ വലിയൊരു ദ്വാരം രൂപപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. റൺവേയോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. കെട്ടിടത്തിന്റെ പരിസരത്ത് വലിയ തോതിൽ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ വ്യോമത്താവളത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ IDF തയ്യാറായിട്ടില്ല. ഇസ്രായേൽ വ്യോമസേനയുടെ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ നെവാറ്റിൻ എയർബേസിലുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടിൽ പറയുന്നു. US നിർമ്മിത F-35 ലൈറ്റ്നിംഗ് 2 യുദ്ധവിമാനങ്ങളും ഇതിലുൾപ്പെടും. അമേരിക്കയിൽ നിർമ്മിച്ച കരുത്തുറ്റ യുദ്ധവിമാനമായ സൂപ്പർ ഹെർക്കുലീസും വിങ് ഓഫ് സായനും വിമാനത്താവളത്തിലുണ്ടെന്നാണ് ഇസ്രായേൽ മാധ്യമമായ വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണമുണ്ടായതായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ കാര്യമായ നാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു സൈന്യത്തിൻ്റെ വാദം. താവളത്തിൻ്റെ പ്രവർത്തനം തടസ്സമില്ലാതെ തുടർന്നെന്നും വ്യക്തമാക്കിയിരുന്നു. ഓഫീസ് കെട്ടിടം, മെയിൻ്റനൻസ് കേന്ദ്രം എന്നിവിടങ്ങളിലാണ് മിസൈൽ പതിച്ചത്. യുദ്ധവിമാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ ആയുധങ്ങൾക്കോ സുപ്രധാനമായ കെട്ടിടങ്ങൾക്കോ ഒന്നും നാശനഷ്ടമുണ്ടായിട്ടില്ലെന്നും IDF അവകാശപ്പെട്ടിരുന്നു. തെൽ അവീവിലെ മൊസാദ് ആസ്ഥാനത്തിൻ്റെ തൊട്ടടുത്ത് ഇറാന്റെ മിസൈൽ പതിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് നെവാറ്റിം, തെർനോഫ് വ്യോമത്താവളങ്ങളും ആക്രമിക്കപ്പെട്ടത്. ഒക്ടോബർ 1 രാത്രിയായിരുന്നു ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്ന് മിസൈലുകൾ വർഷിച്ചത്. 200ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ വിക്ഷേപിച്ചതെന്നാണ് വിവരം. ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു US മുന്നറിയിപ്പ്. എന്നാൽ ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടും ഇറാന്റെ മിസൈലുകൾ പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളിലെല്ലാം പതിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.